ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ടണലിനുള്ളിലാണ്. ഈ ടണൽ മൂന്നാംമുറ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മൂന്നാംമുറ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ്. വെൽക്കം ടു ലൊക്കേഷൻ വ്യൂ വിത്ത് സെന്തിൽ. ആയിരത്തി 1865 ശക്തൻ തമ്പുരാൻ ഹിൽ പാലസ് കൊട്ടാരം പണി കഴിപ്പിച്ചത്. 54 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊട്ടാര സമുച്ചയത്തിൽ 49 കെട്ടിടങ്ങളിലായി പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾപ്പെടുന്നു. കൊട്ടാരത്തിന് ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങളുണ്ട്. കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രമായിരുന്നു ഈ കൊട്ടാരം. 1980 കൊച്ചി രാജകുടുംബം കേരള സർക്കാരിന് ഈ കൊട്ടാരം കൈമാറി. പുരാവസ്തു വകുപ്പിന് കീഴിലായ കൊട്ടാരം പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകിയത് 1986 കൊച്ചിയുടെ ചരിത്രം മുഴുവൻ നമുക്ക് ഈ മ്യൂസിയത്തിനുള്ളിൽ കാണാം. രാജാവിൻ്റെ കിരീടവും വസ്ത്രങ്ങളും ആഭരണങ്ങളുമെല്ലാം ഇപ്പോഴും കൊട്ടാരത്തിൽ സൂക്ഷിക്കുന്നു. ഫ്രണ്ട്സിന് നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാംമുറ എന്ന് പറയുന്ന സിനിമയിലെ ലൊക്കേഷനാണ്. മൂന്നാംമുറ സിനിമയിൽ ലാലുലക്സ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന് പേര് ചാൾസ് എന്നാണ്. ചാൾസ് എന്ന് പറയുന്ന കഥാപാത്രം കുറേ ആൾക്കാരെ തട്ടിക്കൊണ്ട് വന്നിട്ട് പാർപ്പിക്കുന്നത് ഈ കൊട്ടാരത്തിലാണ്. അതാ ഈ കാണുന്ന കൊട്ടാരം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ നടക്കുന്നത് മൂന്നാംമുറ സിനിമയിൽ ലാലേട്ടൻ നടന്നു വന്ന വഴി കൂടിയാണ്. തനിക്ക് പാലസിനെ കുറിച്ച് അറിയണം അല്ലേ? ആ പാലസ് നിൽക്കുന്നത് 240 ഏക്കറില. വലിയൊരു കെട്ടിടം, കൂടാതെ 3-4 എണ്ണവും. ജോലിക്കാർക്ക് താമസിക്കാൻ വേറെയും 2 കുളമുണ്ട്, 3 കിണറുമുണ്ട്. ചുറ്റുമതിലിനോട് ചേർന്ന് 6 അടി വീതി 10 അടി താഴ്ചയിൽ ഒരു കിടങ്ങുണ്ട്, ആന കയറാതിരിക്കാൻ. ഒരു മുല്ലപ്പന്തലും മണിമാളികയും ഉണ്ട്. ഇത്രയും പുറത്തെ വിശേഷം. ഫ്രണ്ട്സിന് നമ്മൾ കാണാൻ പോകുന്നത് സുരേഷ് ഗോപി രക്ഷപ്പെട്ട് ഓടി വരുമ്പോൾ കുറേ പട്ടികൾ കൂട്ടിലേക്ക് കയറ്റി വിടുന്നു. അപ്പോൾ അതാണ് കാണാൻ പോകുന്നത്. ഫ്രണ്ട്സ്, മൂന്നാംമുറ സിനിമയിൽ സുരേഷ് ഗോപി രക്ഷപ്പെട്ട് ഓടി വരുന്നത് ഈ ഒരു വഴി കൂടിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി കഴിയുമ്പോഴാണ് കുറേ പട്ടികൾ ചേർന്ന് അദ്ദേഹത്തിനെ ആക്രമിക്കുന്ന സീനുണ്ട്. സൂക്ഷിച്ച് താഴോട്ട് ഇറങ്ങുക. ഇടത്തോട്ട് തിരിഞ്ഞാൽ തുരങ്കത്തിലേക്കുള്ള വഴി കാണും. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ നടന്നു പോകുന്നത് ഒരു ഡിയർ പാർക്കിന് അങ്ങോട്ടാണ്. ഇവിടെ മാനിനെ വളർത്തുന്നുണ്ട്. അപ്പം മാനിനെ കാണാനായിട്ട് പോകണം കേട്ടോ. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട മൂന്നാംമുറ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.